Hello everyone, welcome to your new video. So category number 436/2024 എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. PWD ലൈൻമാൻ. അതൊരു ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കേരള PSC തുളസി പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതായത് നിലവിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി ലൈൻമാൻ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അത്തരം സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. നിലവിൽ കോമ്പറ്റീഷനൊക്കെ അത്രത്തോളം ടൈറ്റായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ടും നേരത്തെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് അല്ലെങ്കിൽ നിലവിൽ ഇപ്പം പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവും. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിലൊക്കെ ചെറിയ മാർക്കുകളുടെയൊക്കെ സമയം കഴിഞ്ഞു. ഒരു ഇലക്ട്രീഷ്യൻ ലെവൽ പരീക്ഷയാണെങ്കിൽ, ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ഓവർസിയർ, ഗ്രേഡ് 2 പോലെയൊക്കെയുള്ള പരീക്ഷകളാണെങ്കിൽ കട്ട് ഓഫുകളൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ട് ഇപ്പോൾ അല്ലേ. ഒരു 80 എബോവ് ഒക്കെയാണ് മിക്കവാറും പരീക്ഷകളുടെയൊക്കെ കട്ട് ഓഫ്. അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് ടെക്സ്റ്റ് ബുക്കും കുറേ ക്വസ്റ്റ്യൻ പേപ്പറും മാത്രം നോക്കിപ്പോയിട്ട് യാതൊരു കാര്യമില്ല. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് 100 ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള രീതിയിലാണ് എക്സാമുകൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ITI ലെവൽ പരീക്ഷകൾ. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകൾക്ക് നേരത്തെ കാലയെ കൂട്ടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസ് ഓൾറെഡി മുഴുവൻ വീഡിയോസും നമ്മുടെ ചാനലിൽ ചെയ്ത് തീർന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? വീഡിയോസ് കണ്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ അതെവിടെയാണുള്ളത്, ഏതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്ന് ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റ് ഇതാണ്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ. നിങ്ങളെന്ത് ചെയ്യുക? ഈ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഇതുവരെ കേരള PSC പരീക്ഷകളൊന്നും എഴുതാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ കഴിഞ്ഞ് ITI കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നല്ലൊരു അവസരമാണ്. PWD ലൈൻമാൻ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയവും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ സമയമുണ്ട് അപ്ലൈ ചെയ്യുക. പലരും എക്സാമിൻ്റെ ഡേറ്റ് വന്നു കഴിഞ്ഞാലൊക്കെയാണ് ചോദിക്കാറ്, സാർ ഈ പരീക്ഷയുടെ അഡ്മിഷൻ ടൈം കഴിഞ്ഞോ, എന്താണ് ആപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാറുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു 10 ദിവസത്തോളം ഉണ്ട്. പോയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നേരെ ഈ ചാനൽ വന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അവിടെ ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് കണ്ടു. ഇതേപോലെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഏകദേശം പാർട്ട് 43, 44 വരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടു നോക്കാം. സബ്ജക്റ്റ് വൈസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പാർട്ട് 1 ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, അങ്ങനെ വളരെ കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും കുറേയൊക്കെ ഏരിയാസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണ്ടു നോക്കാം. ഇത് കൂടാതെ ഈ പ്ലേലിസ്റ്റിൽ തന്നെ ഏകദേശം 200ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ട്രേഡ്സ്മാൻ്റെ മുഴുവൻ വീഡിയോസും കണ്ട് പഠിക്കാവുന്നതാണ്. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ PYQ ഏകദേശം 200ഓളം ചോദ്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ PYQ കണ്ടു നോക്കാം. അത് കുറച്ചൊരു ലെവൽ കൂടിയതായിട്ടാണ്. ITI ലെവലിൽ നിന്നും കുറച്ചൊന്ന് മുകളിലോട്ട് കയറി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതും നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇത് മതി, ഈ ഒരു സാധനം മതി, ഇതാണ് ബേസ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോസും കൂടി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാവും. എന്നിട്ടൊരു ഡിപ്ലോമ ലെവൽ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സെറ്റാവും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു ക്ലാസ് കണ്ട് തീർക്കുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഈ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മളിവിടെ കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഞാനിവിടെ നമ്പറൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഈ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഓരോന്നായിട്ട് കണ്ടു നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുള്ള നിരവധി ഉദ്യോഗാർത്ഥികൾ ഇത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോസ് കണ്ടുപോയിട്ട് മാത്രം പരീക്ഷ എഴുതിയ ആൾക്കാർക്ക് വളരെ നല്ല മാർക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ വെറുതെ ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോ കൗണ്ട് കൂട്ടുകയേ ചെയ്യുള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ കാണും. അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു സിലബസിലേക്ക് നമുക്ക് കിടക്കാം. ഇത്
എൻ്റെ ചാനലിൻ്റെ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തെ ഒരു വ്യൂവർഷിപ്പിൻ്റെ ഒരു കണക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മാർച്ച് 30 ആ സമയത്തൊക്കെ ഒരു നോർമൽ ഒരു 1000 പേരൊക്കെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പതുക്കെ കുറഞ്ഞു ഒരു 500 പേരൊക്കെ, ആവറേജ് ഒരു 500 പേരൊക്കെ വീഡിയോ കാണുന്നു. എന്നിട്ട് കണ്ടോ ഒരു ഏപ്രിൽ 15 ആവുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാരുടെ എണ്ണം കൂടി അല്ലേ, പെട്ടെന്ന് ആൾക്കാരുടെ എണ്ണം കൂടി, വീണ്ടും പെട്ടെന്ന് ആൾക്കാരുടെ എണ്ണം കൂടി. ദെൻ ഏതോ ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഏകദേശം ഒരു 5500 പേരൊക്കെ പെർ ഡേ വീഡിയോ കാണുന്നുണ്ട്. കണ്ടോ ഈ രീതിയിലാണ്. ദെൻ ഒരു ഏപ്രിൽ 30 കഴിഞ്ഞപ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞു, കാണുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. ഇതെന്താ സംഭവം എന്നറിയോ? ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ഹോൾ ടിക്കറ്റ് വന്ന ഡേറ്റാണിത്. ഓക്കെ, ഹോൾ ടിക്കറ്റ് വന്ന ഡേറ്റാണ് ഏകദേശം ഏപ്രിൽ 15. ഏപ്രിൽ 30 ആ പരീക്ഷ. നിങ്ങൾ നോക്കിയേ, ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രം ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പലരും അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്ക് ഹോൾ ടിക്കറ്റ് വന്ന് എക്സാം സെൻറ്റർ ഏതാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമയം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നൊന്ന് പ്രിപ്പയർ ചെയ്തേക്കാമെന്ന് കരുതിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർ. അതുവരെ ഒരു വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കൃത്യമായിട്ടൊക്കെ നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരു 15 ദിവസം കൊണ്ട് പഠിച്ചാൽ കിട്ടുന്ന ഒരു എക്സാം അല്ല. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഒരു 15-20 ദിവസം കൊണ്ടൊക്കെ ഒരു ITI ലെവൽ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കുക, നല്ല കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഒരു 3-4 മാസമൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് വളരെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ട്രേഡ്സ്മാൻ എക്സാം പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നോട്ടുണ്ട്, റിവിഷൻ ചെയ്യുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. PYQs ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ വീഡിയോ സീരീസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ ചെയ്ത് നോക്കുക, കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. നിങ്ങൾ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോങ് ടേമിൽ പഠിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. നിങ്ങളൊരിക്കലും ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം മാത്രം പഠിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടരുത് കേട്ടോ. ഇനി ഏത് സിലബസ് വെച്ച് പഠിക്കണമെന്ന് അറിയാത്തവർക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഇതായിരുന്നു. PWD ലൈൻമാൻ ഡിസ്ട്രിക്റ്റ് വൈസ് ആണ്, പത്തനംതിട്ട, കാസർഗോഡ്, വയനാട്. ഈ വേക്കൻസികൾ നോക്കിയിട്ട് നിങ്ങൾ ഇപ്പം വിഷമിക്കണ്ട കേട്ടോ. കാരണം ഇത്രയൊന്നും ആയിരിക്കില്ല, നല്ല രീതിയിൽ വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യും. അതുകൂടാതെ NJDയും ഇഷ്ടം പോലെ ഉണ്ടാവും. പൊതുവേ സാധാരണയായിട്ട് ITI ലെവൽ പരീക്ഷകളിൽ ഇഷ്ടം പോലെ NJDs ഉണ്ടാവാറുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിലവിൽ ലിസ്റ്റ് വാലിഡിറ്റി ഉള്ള ലിസ്റ്റുകളുടെ കുറേയധികം ലൈൻമാൻ PWDയിലെ ഡിസ്ട്രിക്ട് വൈസിൻ്റെ സാധനങ്ങളാണിത്. നിങ്ങൾ നോക്കിയേ, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഇത്രത്തോളം വേക്കൻസികൾ പോയിട്ടുണ്ട് കേട്ടോ, ഇത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. എത്ര നോക്കിയേ, 2, 12 ഈ രീതിയിൽ ഇത്രത്തോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അതേപോലെ NJDകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ദെൻ അതിനുശേഷം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ നോക്കിയാൽ ഇത്രത്തോളം വേക്കൻസികൾ പോയിട്ടുണ്ട്. ഇത് നോട്ടിഫിക്കേഷൻ ടൈമിൽ എത്ര എണ്ണം ഉണ്ടാവും? യെസ്, നോട്ടിഫിക്കേഷൻ ടൈമിൽ 2, 3, 6 എന്നാണ്. എന്നിട്ട് അത്രത്തോളം വേക്കൻസികളാണോ ഉണ്ടായിരുന്നത്? അല്ല, ഇഷ്ടംപോലെ വേക്കൻസികൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോഴൊന്ന് നന്നായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കണ്ടോ, ഇതിപ്പം തൃശ്ശൂർ ജില്ലയിലെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ പാലക്കാട് ജില്ലയിൽ ഇത്രത്തോളം ആ രീതിയിലാണ് വേക്കൻസികളുള്ളത്. അപ്പോൾ നിലവിലെ വേക്കൻസി കണ്ടിട്ട് ഇത് കുറവാണല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി സിലബസ് ഏത് വേണം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ലൈൻമാൻ PWDൻ്റെ സിലബസ് ഇതായിരുന്നു കേട്ടോ. 258/2021 എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള PWD ലൈൻമാൻ്റെ സിലബസ് ഇതാണ്. ബേസിക് ഇലക്ട്രിസിറ്റി മൊഡ്യൂൾ 1, അങ്ങനെ 10 മൊഡ്യൂളുകളായിട്ടുള്ള ഒരു സിലബസ്. ഇത് നമുക്ക് പരിചിതമായിട്ടുള്ള സിലബസാണ്. നിങ്ങളിത് എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഈ ഒരു സിലബസ് നമ്മൾ കണ്ടിട്ടുള്ളത് കണ്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രീഷ്യൻ തസ്തികയിലും അതേപോലെ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, സ്കിൽഡ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ തുടങ്ങി ഇത്രത്തോളം പരീക്ഷകൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരള PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിലബസ് പ്രകാരമാണ്. അപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നിലവിലെ ഒറിജിനൽ സിലബസ് വരുന്നിടം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിലബസ് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഈ സിലബസ് പ്രകാരമാണ് ഞാൻ നേരത്തെ കാണിച്ച ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ എല്ലാ വീഡിയോസും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ ഫോളോ ചെയ്യാം. ഇനി ഞാൻ ഉറപ്പ് തരാം, ഇനി അഥവാ സിലബസ് മാറുകയാണെങ്കിൽ, സിലബസ് മാറാൻ ചാൻസ് കുറവാണ്. കാരണം നിലവിൽ PWD ലൈൻമാൻ്റെ സിലബസ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മാറ്റം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി മാറിയാലും
വലിയ രീതിയിലുള്ള മാറ്റം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കേട്ടോ. കാരണം ഇതാണ് ബേസിക്, ഇതാണ് ITIയുടെ നമ്മുടെ നിമിയ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് പറയുന്നത്. അതുകൊണ്ട് വലിയൊരു സിലബസ് മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ ആ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. ഇത് ചുമ്മാ പറയല്ല, ഇത്രത്തോളം പരീക്ഷകൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇത്രത്തോളം പരീക്ഷകൾക്ക് ഉള്ള സിലബസ് ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറയുന്ന പരീക്ഷയ്ക്കും ഈ സിലബസ് തന്നെയായിരിക്കും വരാൻ സാധ്യത. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പറയുന്ന ഇലക്ട്രിക്കൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, വയർമാൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ്റെ വീഡിയോ സീരീസ് വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതിലും കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. യെസ്, നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്